Hello everyone, welcome to Mehar'skitchen. ഇന്ന് നമുക്ക് ഒരു സൂപ്പിന്റെ റെസിപ്പി നോക്കാം. ഹോട്ട് ആൻഡ് സൗർ ചിക്കൻ സൂപ്പ്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു സൂപ്പാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ മമ്മിനോട് റെസിപ്പി ചോദിക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. സൂപ്പ് ഉണ്ടാക്കാനായി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 250 ഗ്രാം ചിക്കനാണിത്. എല്ല് കഷ്ണങ്ങളും എല്ലില്ലാത്ത കഷ്ണങ്ങളും രണ്ടും മിക്സ് ചെയ്തെടുക്കണം. ഇതോടൊപ്പം തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി വെറുതെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. 2-3 വെളുത്തുള്ളി വെറുതെ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ഉള്ളിയില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ്, ഉള്ളിയിലൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടുപ്പത്തേക്ക് വെക്കാം. ഒരു 3-4 വിസിലടിക്കണ വരെ ചിക്കന് വേവിച്ചെടുക്കാം. ചിക്കൻ വേവിച്ച് കഴിഞ്ഞാൽ വെള്ളം കളയരുത്. ചിക്കൻ വേവിച്ചതിന് ശേഷം ചൂട് മാറിയിട്ട് ഇങ്ങനെ പിച്ചെടുക്കണം. ഇതൊരു 1/2 കപ്പോളം ഉണ്ടാവും. പിന്നെ ആവശ്യമുള്ളത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1/4 കപ്പ് ഉള്ളിയിലയുടെ വെള്ളഭാഗം, 1/4 കപ്പ് ഉള്ളിയിലയുടെ പച്ചഭാഗം, 1/4 കപ്പ് കാബേജ്, 1/4 കപ്പ് കാപ്സിക്കം. ഇതെല്ലാം നന്നായിട്ട് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. 1 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ 2 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 മുട്ടയുടെ വെള്ള മാത്രം എടുത്താൽ മതി. പിന്നെ ആവശ്യമുള്ളത് ചിക്കൻ സ്റ്റോക്കാണ്. ഇത് നേരത്തെ ചിക്കൻ വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്ത വെള്ളമാണ്. പിന്നെ ആവശ്യത്തിന് വിനെഗർ. ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായ ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ, ഇതിന് നല്ലൊരു മണം വരുന്ന വരെ ഇത് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി, ഇഞ്ചി ചോക്കാൻ പാടില്ല, കളർ മാറാൻ പാടില്ല. ഇനി അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മീഡിയം തീയിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇത് തിളക്കണ വരെ വേവിച്ചെടുക്കാം. വെള്ളം നന്നായി ബോയിലായി കഴിഞ്ഞാൽ ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കനും ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയും പച്ചമുളകും ഒക്കെ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് തിളപ്പിച്ചെടുക്കാം. 2 മിനിറ്റോളം വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം നല്ല തിളച്ചതിന് ശേഷം ഇതിലേക്ക് കോൺഫ്ലോറും മൈദയും കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോറും മൈദയൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇങ്ങനെയാണ് നമുക്ക് കട്ടി വേണ്ടത്. അധികം കട്ടിയാവാൻ പാടില്ല, അധികം ലൂസാവാനും പാടില്ല. കുറച്ചിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നന്നായി തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് സോയ സോസ് ഇട്ട് കൊടുക്കാം. സോയ സോസ് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഗ്രീൻ ചില്ലി സോസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതോടൊപ്പം തന്നെ വിനെഗർ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വരെ വിനെഗർ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് 1-2 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. 1-2 മിനിറ്റിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവെന്ന് തോന്നി അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. സോയാ സോസിൽ ഉപ്പുള്ളതാണ്, അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. സോയാ സോസും കുറച്ച് കുറവ് തോന്നി അപ്പോൾ ഒരു ടീസ്പൂണോളം സോയാ സോസ് ഇട്ട് കൊടുത്തു. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. തീ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിടാം. എന്നിട്ട് ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം അധികം ഒന്നും വേവിച്ചെടുക്കണ ആവശ്യമില്ല. വെജിറ്റബിൾസ് എല്ലാം ക്രഞ്ചി ആയിരിക്കണം. അപ്പോൾ ഒന്ന് ബോയിൽ വരുന്ന വരെ ഇത് വേവിച്ചെടുക്കാം. ഒന്ന് നന്നായി ബോയിലായി കഴിഞ്ഞാൽ ഇതിലേക്ക് മുട്ടയുടെ വെള്ള ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് തിളച്ച് വന്നാൽ ഇത് ഓഫ് ചെയ്യാം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ചൂടെടുക്കാൻ തന്നെ ഹോട്ട് ആൻഡ് സൗർ സൂപ്പ് എൻജോയ് ചെയ്യാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പാണ്. നല്ല ടേസ്റ്റുമാണ്. ശരിക്കും ഹോട്ടലിൽ നിന്നൊക്കെ കുടിക്കുന്ന പോലത്തെ ടേസ്റ്റാണ്.
അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം, എന്നിട്ട് ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.